നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രഘുവംശജാതനായ ശ്രീരാമനെ മാതലി ഓർമ്മപ്പെടുത്തി. പ്രഭോ, ഒന്നും അറിയാത്തവനെ പോലെ എന്താണ് അവിടുന്ന് ചെയ്യുന്നത്? മഹാവീര, ഇവനെ വധിക്കുവാൻ ബ്രഹ്മാസ്ത്രത്തെ അയക്കണേ. മഹാപ്രഭോ, ഇവൻ്റെ മരണത്തെപ്പറ്റി ദേവന്മാർ പറഞ്ഞിട്ടുള്ള കാലവും ഇതാണ്. മാതലിയുടെ വാക്കുകളാൽ എല്ലാം ഓർമ്മയിൽ വന്ന രഘുരാമൻ ചീറ്റുന്ന ഉരകത്തെ പോലെ ഉജ്ജ്വലമായൊരു ശരമെടുത്തു. ഭഗവാൻ അഗസ്ത്യ ബ്രഹ്മർഷി ഈ ദിവ്യാസ്ത്രത്തെയാണ് ദേവന് നൽകിയിട്ടുള്ളത്. ദേവേന്ദ്രന് വേണ്ടി പണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ചതാണ് ഈ ബാണം. ആ വൻ ബാണത്തെ, അമോഘവും ദുർജയവുമായ ബ്രഹ്മാസ്ത്രത്തെ 3 ലോകവും വിജയിക്കുവാൻ ദേവേന്ദ്രന് കൊടുത്തതാണ്. ഈ ദിവ്യാസ്ത്രത്തിൻ്റെ പക്ഷങ്ങളിൽ വായു, മുനയിൽ അഗ്നിയും ആദിത്യനും, ശരീരത്തിൽ ആകാശം, ഘനത്തിൽ മേരുമന്ത്ര മാമലകൾ, ഇങ്ങനെ അത്യുജ്വലമായി സ്വർണം കെട്ടി നല്ല കടയോടുകൂടി സർവഭൂത തേജസ്സുകളെ കൊണ്ടും നിർമ്മിച്ച് ഭാസ്കര തുല്യ തേജസ്സാർന്ന് കാലാഗ്നി പുകയുന്നത് പോലെ മിന്നിത്തിളങ്ങുന്ന പത്തിയോടുകൂടിയ ഉഗ്രനാഗം പോലെ ആന, കുതിര, രഥം, കാലാൾ എന്നിവയെ അതിവേഗത്തിൽ പിളരത്തക്ക ശക്തിയാർന്ന് ഗോപുരം, സാക്ഷാ മലകൾ ഇവയെ ഛിന്ന ഭിന്നമാക്കത്തക്ക മൂർച്ചയൊത്ത അനേകായിരം അരികളുടെ രക്തമേധസ്സുകൾ പുരണ്ട് കരാള രൂപത്തോടെ വജ്രായുധസാരവും മഹാനാദ മണ്ഡിതവും നാനാ സൈന്യവ്യൂഹ ഭേദകവും ഏതൊരുവനും ഭയപ്പെടത്തക്ക ഉഗ്രവും ചീറ്റുന്ന ഉരകേന്ദ്ര തുല്യവും പരുന്ത്, കഴുകൻ, കുറുക്കൻ, രാക്ഷസൻ തുടങ്ങിയവർക്ക് നിത്യം മൃഷ്ടാന ഭോജനദാതാവും കവീന്ദ്രന്മാർക്ക് ആനന്ദപ്രഭവും അരക്കർക്ക് വ്യസനകരവും വിചിത്ര രൂപത്താൽ മനോമോഹനവും വൈനതേയ തൂവലുകൾക്ക് ലോകത്തിൽ ശ്രേഷ്ഠസ്ഥാനം അലങ്കരിച്ച് ഇക്ഷ്വാകു വംശത്തിൻ്റെ ഭയനാശകമായി മാറ്റാരുടെ പേര് തന്നെ ഇല്ലാതാക്കി തനിക്ക് ഹർഷദായകമായി പ്രശോഭിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാസ്ത്രത്തെ മഹാപ്രഭു ദക്ഷിണകരത്തിൽ ഏന്തി മഹാബാഹുവായ മാനവോത്തമൻ യഥാവിധി മന്ത്രം ജപിച്ച് വേദത്തിൽ പറഞ്ഞതുപോലെ നാണിൽ ചേർത്ത് തൊടുത്തു. ശ്രീരാമചന്ദ്രസ്വാമി ആ ദിവ്യാസ്ത്രത്തെ ആ കർണാന്തം വലിച്ചപ്പോൾ ദേഹികളെല്ലാം ഞെട്ടിത്തെറിച്ചു. ഭൂമി ചലിച്ചു. ഞാൻ വലിക്കാവുന്നിടത്തോളം ആക്കത്തിൽ മർമ്മഭേദിയായ ആ ശരം കോദണ്ഡത്തിൽ നിന്ന് പാഞ്ഞു. ദേവേന്ദ്രൻ എറിഞ്ഞ വജ്രായുധം പോലെ രാവണന്റെ മാറിൽ ആർക്കും തടുക്കാൻ കഴിയാത്ത അന്ധകനെ പോലെ ദുർജയമായ രാമബാണം തറച്ചു. അസാധാരണ ശക്തിയിൽ വിട്ട ആ മഹാസ്ത്രം ദുരാത്മാവായ രാവണന്റെ നെഞ്ചിനെ പിളർത്തി. രക്താഭിഷിക്തമായി ജീവനെ ദേഹത്തിൽ നിന്ന് വിടർത്തുന്ന ആ ശരം ലങ്കേശ്വരൻ്റെ പ്രാണനെയും എടുത്ത് ഊഴിത്തട്ടിൽ ആഴ്ന്നുപോയി. തൻ്റെ കർത്തവ്യം ശരിക്കും നിർവഹിച്ച ആ ബാണം ശാന്തമായി തിരിച്ചു വന്ന് ദേവദേവൻ്റെ ആവനാഴിയിൽ സ്വസ്ഥാനത്തു തന്നെ എത്തി പ്രശോഭിച്ചു. രാവണൻ്റെ പ്രാണൻ ശരീരം വിട്ടതോടുകൂടി കയ്യിൽ നിന്ന് അമ്പും വില്ലും ഊർന്നു വീണു. രാക്ഷസേന്ദ്രനായ ആ മഹാപ്രഭാവശാലി വജ്രമേറ്റ വൃദ്ധാസുരനെ പോലെ രഥത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ചു. ബാക്കിയായി നിൽക്കുന്ന രാക്ഷസന്മാർ തമ്പുരാന്റെ നിധനം കണ്ട് പേടിച്ചരണ്ട് എമ്പാടും ഓടിക്കഴിഞ്ഞു. വൃക്ഷങ്ങൾ ആയുധങ്ങൾ ആയി ഏന്തിയ വാനരന്മാർ ആർത്തു വിളിച്ച് അവരോട് ഏറ്റു. ദശാനനവധം, ശ്രീരാമദേവ വിജയം എന്നിവ കണ്ട കവിവരന്മാർ ആനന്ദോന്മത്തരായി മർദ്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരൊറ്റ ദൈത്യനും അടർക്കളത്തിൽ നിൽക്കാത്ത ലങ്കാനഗരിയിലേക്ക് ഓടി ഒളിച്ചു. അനാഥരും അവശരും കണ്ണീർ പ്രവഹിക്കുന്നവരുമായ ആശരവീരന്മാർ സ്വഭവനത്തിലെത്തി ഒളിച്ചു. അത്യാനന്ദത്തോടെ ശ്രീരാമജയവും രാവണനാശവും ഉദ്ഘോഷിച്ചുകൊണ്ട് വാനരന്മാർ ആർത്തു വിളിച്ചു. അമ്പരത്തിൽ നിന്ന് അമരന്മാരുടെ ദുന്ദുഭിനാദം മുഴങ്ങി. ദിവ്യ സുഗന്ധത്തോടെ മന്ദമാരുതൻ വീശി. ആകാശത്തിൽ നിന്ന് വർഷിച്ച പൂമഴ അത്ഭുതപൂർവമായി തീർന്നു. മഹാപ്രഭുവിൻ്റെ രഥം മറയുമാറ് അഭിരാമമായ നന്ദനാരാമ കുസുമങ്ങൾ നിറഞ്ഞു. നഭസിൽ നിന്ന് ശ്രീരാമസ്തുതികൾ സുവ്യക്തമായി കേട്ടു. അമരന്മാരിൽ മഹാത്മാക്കൾ ശ്രീരാമകർമ്മത്തെ ഉച്ചത്തിൽ ഘോഷിച്ചു. ഏവർക്കും ഭീതികരനും രൗദ്രനുമായ രാവണൻ ഹതനായതിൽ ദേവന്മാർക്കും ചാരണന്മാർക്കും ഉണ്ടായ ആനന്ദം അളവറ്റതായി. വിഭീഷണൻ, അംഗദൻ, സുഗ്രീവൻ തുടങ്ങിയവർക്കെല്ലാം ശ്രീരാമചന്ദ്രൻ നിശാചര വ്യാഘ്രനെ കൊന്ന് സംപ്രീതിയേകി. ദേവസംഘം മുഴുവൻ പ്രസന്നമായി. ദിക്കുകളെല്ലാം ഏറ്റവും തെളിഞ്ഞു. വാനിടം വെട്ടിത്തിളങ്ങി. ഭൂമി അചഞ്ചലയായി. കാറ്റ് സൗമ്യനായി.
മങ്ങലെല്ലാം പോയി ആദിത്യൻ പ്രകാശിച്ചു. വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയ സുഹൃത്തുക്കൾ ലക്ഷ്മണനോടൊത്ത് രാവണവധം കൊണ്ട് സന്തോഷസമേതനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ വിധിയാവണ്ണം പൂജിച്ചു. മഹായുദ്ധത്തിൽ സർവശത്രുക്കളെയും നിഗ്രഹിച്ച് വിജയലക്ഷ്മിയെ വരിച്ചവനും സ്ഥിരപ്രജ്ഞനും രഘുകുല നൃപനന്ദനുമായ ആ മഹാ തേജസ് സ്വസൈന്യങ്ങളാൽ ആവൃതനായി അമരഗണ മധ്യത്തിലെ മഹേന്ദ്രൻ എന്ന പോലെ പ്രശോഭിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.